ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് ഒരു 20 മാർക്ക് ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിച്ച് വരുമ്പോൾ ഒത്തിരി സമയമെടുക്കും. അതിനെക്കാട്ടിലും നല്ലത് ചെറിയ മെത്തേഡിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്ത് നോക്കുന്നതാണ്. അപ്പം പ്രീവിയസ് ചെയ്ത് വരുമ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് ഈസി ആയിട്ട് മാറും. ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷ് ക്യാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എയ്തർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം. എയ്തർ ഓർ കൊണ്ട് രണ്ട് നാമങ്ങളെ യോജിപ്പിക്കുമ്പോൾ വെർബ് രണ്ടാമത്തെ നാമത്തിന് അനുസരിച്ച് വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ നാമം എന്ന് പറയുന്നത് ഏതാണ്? ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം പ്ലൂറൽ ആണല്ലേ. അപ്പം പ്ലൂറൽ വരുമ്പോൾ അവിടെ വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നോക്കുമ്പം രണ്ട് പ്ലൂറൽ വെർബുണ്ട്, ഹാവും ഉണ്ട്, ഡൂവും ഉണ്ട്. പക്ഷേ ഡു കം എന്ന് നമ്മൾ എഴുതാറില്ല, സാധാരണ ഡു കം എന്ന് എഴുതാറില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഹാവ് ആണ്, ഹാവ് കം. എയ്തർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം. ആൻസർ ഹാവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷീ സിറ്റ്സ് ഡാഷ് ആൻ ആം ചെയർ. അപ്പം ഷീ സിറ്റ്സ് ഡാഷ് ആൻ ആം ചെയർ. അപ്പം നമുക്കറിയാം സാധാരണ നമ്മൾ ചെയറിൽ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാം, ഓൺ ആണോ ഇന്നാണോ എന്നൊരു സംശയം വരാം. അപ്പം ഇവിടുത്തെ ആൻസർ ഇന്നാണ്. ഇൻ എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻക്ലോസ്ഡ് ഏരിയയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ ആൻസർ ഇന്നാണ്. അപ്പം ഒരു ആം ചെയർ ആണ്. ആം ചെയർ എന്ന് വെച്ചാൽ ഒരു എൻക്ലോസ്ഡ് ഏരിയ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഇന്നാണ്, ഓൺ അല്ല. സാം ആൻഡ് റാം ആർ ഫ്രണ്ട്സ്. ദ ഫോമർ ഈസ് ടാൾ ബട്ട് ദ ഡാഷ് ഈസ് വെരി ഷോർട്ട്. നമുക്കറിയാം ഇത് ഫോമർ, ആദ്യത്തെ ആൾ ടാളും രണ്ടാമത്തെ ആൾ ഷോർട്ട് എന്നാണ്. പക്ഷെ ഇതിൽ രണ്ടാമത്തത് എന്നുള്ളത് ഏത് ലെറ്റർ എന്നായിരിക്കും ഡൗട്ട് വരുന്നത്. LATER ഉണ്ട്, LATTER ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ LATTER ആണ്. ഓർമ്മിച്ച് വയ്ക്കാൻ, രണ്ടാമത്തത് അപ്പോൾ 2 T ഉണ്ട്. LATTER ആണ് ലെറ്ററിൻ്റെ ഇവിടുത്തെ ലെറ്റർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് ഓഫ് ദി ഫാൻ. വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ജെറണ്ട് യൂസ് ചെയ്യുക. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോം വരുന്ന വേർഡ്. അപ്പോൾ ഇവിടെ ഏതാണ്? സ്വിച്ചിങ്. വുഡ് യു മൈൻഡ് ഡാഷ് ഓഫ് ദി ഫാൻ, സ്വിച്ചിങ് ആണ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം. ഇത് ചെറിയ ഒരു ഏരിയയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അറ്റായിരിക്കും. അപ്പം ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം, ആൻസർ എന്താണ്? അറ്റ്. അപ്പം ഈ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുമ്പോൾ 5 റൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എയ്തർ ഓർ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ നോക്കുക. പിന്നെ ആം ചെയർ, അങ്ങനെ ഒരു എൻക്ലോസ്ഡ് ഏരിയ ആണെങ്കിൽ ഇന്നാണ് ആൻസർ വരുന്നത്. രണ്ടാമത്തത് എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്? ലെറ്റർ, 2 T വരുന്നതാണ്. വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ ജെറണ്ട് യൂസ് ചെയ്യുക. ഒരു ചെറിയ ഏരിയയാണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അറ്റ് യൂസ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ മെസ്സേജിൽ കൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.